ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്രീലാൻസിങ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രോജക്ട്സ് എടുക്കാൻ പറ്റുക. ബിക്കോസ് നമുക്കൊരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത്ര നമ്പർ ഓഫ് പ്രോജക്ട്സ് ആയിരിക്കും മേ ബി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഞാനൊക്കെ ഫ്രീലാൻസിങ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമായിരുന്നു, എനിക്ക് കൂടുതൽ ക്ലയൻസിന് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്നുള്ളത്. സോ ബേസിക്കലി ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫ്രീലാൻസിങ് ചെയ്യുന്ന ചില ഏരിയയിലത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് AI ഏജന്റിനെ വെച്ച് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഒരു ഫ്രീലാൻസ് സർവീസ് ആയിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നത് വിചാരിച്ചു. സോഷ്യൽ മീഡിയ മാനേജ്മെന്റിൽ നമുക്ക് കോണ്ടന്റ് ഒക്കെ പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ SEO ചെയ്യാണ്, പുതിയ കീവേഡ്സ് റിസർച്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റാങ്കിങ് പൊസിഷൻ നമ്മൾ നോക്കേണ്ടി വരും. SEOന്റെ ബ്ലോഗ് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ഒരു AI ഏജന്റിനെ വെച്ച് ചെയ്യാൻ പറ്റും. SEOയുടെ ബ്ലോഗ്സ് വേണമെങ്കിൽ നമുക്ക് AI ഏജന്റിനെ വെച്ച് ഡെവലപ്പ് ചെയ്തത് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഐഡിയാസ് നമുക്ക് AI ഏജന്റിനെ വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. AI ഏജന്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സോ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചും കൂടെ പ്രോജക്ട്സ് എടുക്കാനുള്ള ഒരു ടൈം കിട്ടുന്നുണ്ടാവും. സോ ഇപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്രീലാൻസിങ് ചെയ്യുന്നു, നമുക്കിപ്പോൾ കൂടുതൽ പ്രോജക്ട്സ് എടുക്കാനുള്ള ഒരു ടൈം ഇല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിലത്തെ കുറെ പോർഷൻ നിങ്ങൾ AI ഏജന്റ്സിനെ വെച്ച് ഓട്ടോമേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രോജക്ട്സ് എടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ AI ഏജന്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ കമന്റ് ദിസ് വീഡിയോ or you can message me. I will share more details.